അടിപൊളിയായിട്ടുണ്ട്. എല്ലാരും കാണണം. നല്ല നല്ലൊരു ഫീൽ കണ്ടിരിക്കാൻ ബോറടില്ല, ലാഗില്ല, രസമായിട്ട്. ആസിഫ് ഓക്കെയാണ്, പക്ഷെ സുധാകരനാണ് ഇതന്നെ. എടാ എന്താണ് പടം അടിപൊളി പടാണ്. നിങ്ങളൊക്കെ കണ്ടില്ലേ? അടിപൊളി ഗംഭീരായിട്ട് ആസിഫിക്കും സുരാജാനും പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളി കോംബോ അല്ലേ, രണ്ടുപേരും കിടലാണ്. അപ്പൊ ആ രണ്ടുപേരും ഒരുമിച്ച് വന്നപ്പോ അതിൻ്റെതായ രസമുണ്ട്. പടം ഭയങ്കര എൻഗേജിങ് ആണ്. നമുക്ക് ചിരിക്കാനും ഉണ്ട്, നമുക്ക് ചിന്തിക്കാനും ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയാണ്, രസമുള്ള പടമാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. താങ്ക് യു. നന്നായിട്ടുണ്ട്. സുരാജേട്ടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനെക്കാട്ട് തകർത്ത് ആസിഫലി അഭിനയിച്ചിട്ടുണ്ട്. ചിരിക്കാനും ഉണ്ട്, വിഷമിക്കാനും ഉണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല പടമാണ്, നല്ല പടമാണ്. അടിപൊളി സിനിമ. നല്ല ഫറൂഖാരുടെ അടിപൊളി സൂപ്പറായിരുന്നു. നല്ലോടായിരുന്നു. പറഞ്ഞറിയിക്കാൻ മേലാത്ര സന്തോഷമുണ്ട്. നല്ല സിനിമ. എന്റെ മോൻ ഇത്രയും വിജയിക്കുമെന്ന് വിചാരിച്ചില്ല. വിജയിക്കണേന്ന് എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. ഇത്രയും നന്നായിട്ട് ഉണ്ടായി. അത്ര സന്തോഷമുണ്ട്. രണ്ടുപേരെ ഇഷ്ടപ്പെട്ടു. രണ്ടുപേരുടെ അഭിനയം നല്ല ഉഗ്രനായിരുന്നു. ഞാൻ ആസിഫ് അലി ഇറങ്ങി വന്ന ഉടനെ ഞാൻ കൈ കൊടുത്തു, രാജനും കൈ കൊടുത്തു. പക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. പോയി ഒത്തിരി അവിടെ ഇരുന്ന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് കൊട്ടയെ വരാം. 30 വർഷത്തിന് മുമ്പ് സിനിമ കണ്ടിട്ടുള്ള യാദൃച്ഛമായിട്ട് ഞാൻ അത്രയ്ക്ക് സന്തോഷിച്ചു. എനിക്ക് ഒന്നും മനസ്സിലാവില്ല. എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് കാണണം, നിങ്ങളുടെ അഭിപ്രായം കേൾക്കണം. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അതിന്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററിൽ ഓഡിയൻസിന്റെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസ് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ഒരുപാട് മസ്റ്റുമായിട്ടാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ട സുരാജേട്ടാണെന്നുണ്ടെങ്കിലും നമ്മളെ ചിരിപ്പിച്ചോണ്ടിരിക്കുകയും ചെയ്യും, അതുപോലെ ചിന്തിപ്പിച്ചോണ്ടിരിക്കുകയും ചെയ്യും. നമ്മളെ കണ്ണു നിറഞ്ഞു പോകും. ലാസ്റ്റ് നിമിഷമൊക്കെ നമ്മള് വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് നമ്മൾ കൊണ്ടുപോകും. കാരണം പെട്ടെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഇത് ആക്ട് ചെയ്തിട്ടുള്ളവരായിട്ട് പോലും ഇവിടെ കണ്ണെല്ലാം നിറഞ്ഞു. അപ്പൊ ആ ഒരു ഫീൽ എന്താണ് ഇത് മാറാൻ പറ്റിയത്? സത്യമായിട്ട് ഞാൻ കൊണ്ടുവന്ന ആളല്ല. അടിപൊളി സൂപ്പർ. എങ്ങനെയുണ്ട് ഓഡിയൻസിനോട് ചോദിക്കും. തീർച്ചയായിട്ടും അങ്ങനെ അതിജീവനത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പോ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഒരു അതിജീവനത്തിന്റെ കഥ പറയുന്ന സിനിമയാണ്. ഒരുപാട് ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, ഇമോഷനുണ്ട്. എന്തായാലും മനോഹരമായ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ജീവിതത്തിന്റെ ഒരു അവസരത്തിലും പ്രതീക്ഷ കൈവിടാതിരിക്കുക, അല്ലെ? അതാണ് ഒത്തിരി സന്തോഷം. ഞാൻ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു റെസ്പോൺസ് നമ്മള് പ്രതീക്ഷിച്ചതാണ്, തുറന്നു പറയാം. പക്ഷെ കാണുന്നതിൽ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായാലുണ്ടല്ലോ, കാറ്റ് കല്ലെടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ നിക്കണം, അല്ല ബോസ്? പതറരുത്. ആഷിഫായിട്ടുള്ള ആദ്യ കോംബോയാണല്ലോ. അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു? പൊളിയല്ലേ, വൻ പൊളിയല്ലേ. ആഷിഫിന് അടുത്ത സിനിമകളെല്ലാം ഹിറ്റ് ആവുകയാണ്. ഹിറ്റ് ആവണം. സിനിമകളെല്ലാം, എല്ലാ സിനിമകളും ഹിറ്റ് ആവണം.